അർജുനും ശ്രീതുവും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് യമുനയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. യമുനയും ജിൻഡോയും ഋഷിയും അഭിഷേകും ജാസ്മിനൊക്കെ ഇരുന്ന ലിവിംഗ് ഏരിയയുടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അർജുനും ശ്രീതുവും കിച്ചൺ ഏരിയയിൽ നിൽപ്പുണ്ട്. യമുനയാണെങ്കിൽ കുറേ സമയം അങ്ങോട്ട് നോക്കിയിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചാണോ, എപ്പോഴും ഒരുമിച്ചാണോ നിൽക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഇവർ എപ്പോഴും ഒരുമിച്ചാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് കേട്ടോ, അവർ ഫ്രണ്ട്സ് അല്ലേ, അവരെങ്ങനെയാണ് അവർ ഫ്രണ്ട്സായിട്ട് എങ്ങനെ നടക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. ഇവർ അർജുനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് വർത്താനം പറയുന്നതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും യമുനയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു അർജുനും ശ്രീതും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളും ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ യമുന ചോദിക്കുന്നുണ്ട്. യമുനയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ പിള്ളേരെ റിലേഷൻഷിപ്പിലാകുന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാത്ത കേസാണെന്ന് തോന്നുന്നു. അവരെ അങ്ങ് ഒട്ടും പിടിക്കുന്നില്ലാത്ത രീതിയിലാണ് യമുന അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇന്നലെ കയറിയ ഒരാളാണ് ഈ ചോദിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അർജുനും ശ്രീതുവും ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്. ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഉണ്ടാക്കുന്നു. അതിനിപ്പം ബാക്കിയുള്ളവർക്ക് എന്താ, ബാക്കിയുള്ളവർ അതിനെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവരെന്തായാലും ഞാൻ നോക്കിയിട്ട് ജാസ്മിനും ഗബ്രിയും കോംബോ പോലെ അധികം അങ്ങനെ വെറുപ്പൊന്നും പ്രേക്ഷകർ സമ്പാദിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.